മണി ഞാൻ പറഞ്ഞതേ ഒരു ചിട്ടി പിടിച്ചാലെന്നാലേ. ഇനി ചിട്ടിയും കൂടിയാ? ഉള്ള ലോൺ കൊണ്ട് തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ചിട്ടിയും കൂടെ വന്ന് എന്ത് ചെയ്യും? അല്ല മണി, പെട്ടെന്ന് പിള്ളേർക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞാലേ പിന്നെ അപ്പോഴും മറിക്കാൻ വേണ്ടി നടക്കണ്ടേ? നമുക്ക് ചിട്ടിക്ക് ചേരാം. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ചോദിക്കാമല്ലോ. അത് ശരിയാവില്ല. നിനക്കറിയാലോ എനിക്ക് അതൊന്നും ഇഷ്ടമല്ലെന്ന്. ഇവിടെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് പൈസ ആവശ്യമുണ്ടെങ്കിൽ കഷ്ടപ്പെടാനല്ലേ എനിക്കറിയാം. അത് മതി. നമ്മൾ എന്നും എന്നും പോയി ചോദിക്കണമെന്നില്ലല്ലോ. ദയവായിട്ട് ഇതുവരെ വീട്ടിൽ നിന്ന് 5 പൈസ ചോദിച്ചിട്ടില്ല. ഒരു ആവശ്യം വരുവാണെങ്കിലല്ലേ അപ്പൊ നോക്കാലോ. വേണ്ട, നമുക്ക് അല്ലാതെ എന്തെങ്കിലും വഴി നോക്കാം. രവിയേട്ടൻ കടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ ബാധ്യതയായി മാറും. വീട്ടിൽ പോയി ചോദിക്കുന്നതിൽ അഭിമാനം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വരുവാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അത് വേണ്ട മണി. ഇവിടെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ കുടുംബത്തിന് വേണ്ടി പാടുപെടുന്നത് ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്തോ രവിയേട്ടാ, എനിക്ക് അറിഞ്ഞൂടാ, ഇത് ബുദ്ധിമുട്ടാവും എനിക്ക് തോന്നുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. അത് പോട്ട്, ഇനി അതിനെ പറ്റി പറയണ്ട, ആലോചിക്കാം. നീ ദോശ ഉണ്ടാക്കാൻ നോക്ക്. കഴിച്ചോടങ്ങിക്കാം. പിള്ളേർ ഇറങ്ങില്ലേ? മുകളിലുണ്ട്. ചെട്ട് കൊടുത്തു. സാമ്പാറാണോ? അല്ല, കിഴങ്ങ് കറി. കറിയൊന്നും എടുക്കണില്ലേ? കറി വേണം. ഞാൻ ഇപ്പൊ ഓർത്തതേ, പണ്ട് വീട്ടിൽ അമ്മ ദോശ ഉണ്ടാക്കുമ്പോ ഇതുപോലെ ഞാൻ ഇരുന്ന് കഴിക്കുക. നമ്മുടെ വല്യച്ഛൻ്റെ മോള് ഗീത ചേച്ചി വരുമ്പോ, കേശവൻകുട്ടി വല്യച്ഛൻ്റെ മോള്, ഗീത ചേച്ചി ഇതുപോലെ നൈസായിട്ട് ദോശ ഉണ്ടാക്കും. 10-15 തിന്നുമായിരുന്നു. ഒക്കെ കുറഞ്ഞു വളർത്തണേ. എന്റെ നെയിൽ പോളിഷ് അല്ലേ? എടി നിന്റെ നെയിൽ പോളിഷ് അല്ല, നമ്മുടെ നെയിൽ പോളിഷ് എന്ന് പറ. നിന്നോട് ആരോട് ഇത് എടുക്കാൻ പറഞ്ഞേ? എടി നമ്മുടെ സ്വന്തം സാധനം എടുക്കാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും അനുവാദമൊക്കെ ചോദിക്കണോ? എന്റെ അനുവാദം ചോദിക്കണം. ഇത് ഞാൻ മേടിച്ച നെയിൽ പോളിഷ് ആണ്. നീ മേടിച്ചല്ല, അച്ഛന്റെ കാശ് കൊണ്ട് മേടിച്ചെന്ന് പറ. അപ്പൊ അച്ഛന്റെ കാശാകുമ്പം എനിക്കും ഇതിൽ കുറച്ച് അവകാശമൊക്കെ ഉണ്ട് കേട്ടാ. ചോദിക്കാതെ പറയാതെ എടുത്തിട്ട് അച്ഛന്റെ കാശ് നീ എന്തിനോട് ദാഹം കൊളാക്കിയ തരൂല. നീ എന്തിനാ ഇതിപ്പോ കൊളാക്കി? നിന്റെ അടുത്ത് നീ ഇടണ്ടെന്ന് പറയാ. നീ അറിഞ്ഞി കൈ വെക്കോടി, കൈ വെക്കും. ഞാൻ അത്രേ ഉള്ളൂ. അതിനാണ് ഈ അടി ഉണ്ടാക്കണേ. എല്ലാ വീട്ടിലും പിള്ളേരുണ്ടല്ലോ, അവിടെയൊക്കെ ഈ ബഹളം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടും കണ്ണിന് നേരെ കണ്ട് ഞാൻ അടി അടി രണ്ടിന് കിട്ടും. അച്ഛൻ വരട്ടെ, അച്ഛനോ പറഞ്ഞു ചേട്ടാ. ഇതിനൊന്നും പറഞ്ഞിട്ട് അടി കൊടുത്തിട്ടൊന്നും ശരി കാര്യമില്ല. എന്തോന്ന് മക്കളെ ഇത്, എപ്പോഴും അടിയും പിടിയും ബഹളമാണല്ലോ, ഒരു സ്നേഹവും ഇല്ല രണ്ടിനും. ഇവിടെ നെയിൽ പോളിഷ് കൊളാക്കി വെച്ചാ അതുകൊണ്ട് ചോദിക്കാതെ എന്റെ നെയിൽ പോളിഷ് എടുത്തച്ചാ. അതുകൊണ്ടാ. ഇവ വേറെ എഴുതി വെച്ചിട്ടില്ലല്ലോ. അവളെടുത്ത കുഴപ്പമെന്താ നിനക്ക്? ഇവളെല്ലാം തൊലയ്ക്കും, അതുകൊണ്ട് ഞാൻ തോന്നിക്കപ്പോ നിന്നടുത്തൊന്നും ഒന്നും പറയാൻ വേണ്ട, ഉപദേശിക്കാൻ വേണ്ട. ഇത് രണ്ടും നന്നാവില്ല, ഒരിക്കലും നന്നാവത്തില്ല. നമ്മൾ ഉള്ളിടത്തോളം കാലം ഒരു രീതിയിൽ ഇവര് നന്നാവാൻ പോണില്ല. നമുക്ക് എവിടെയെങ്കിലും പോകാൻ മണി, അതാ നല്ലത്. അപ്പോഴേ പഠിക്കുള്ളൂ രണ്ടും. വാ, നമ്മളിവിടെ പോണ്. നമ്മളൊരിടത്തും പോണ്ട, നമ്മളിവിടെ നിൽക്കും. ഇത് നമ്മുടെ വീടാ. ഇവളുമാര് പോട്ട്. ഞങ്ങളവിടെ പോകാം. എവിടെയും പോക്കോ. ഒരു കാര്യം ചെയ്യ്, തറവാട്ടി പോയിക്കോ. അങ്ങ് പോയിക്കോ. എനിക്ക് ജിമ്മിൽ പോണോ? പിന്നെ എനിക്ക് സ്കൂളിൽ പോണ്ടേ? ആ ജിമ്മും സ്കൂളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടാ. അടിയും പിടിയും കൂടി ഇവിടെ നിൽക്കുന്നു. മണി, നീ ഒരു കാര്യം ചെയ്യ്, മണിക്കൂട്ടെ വിളി, അളിയെ വിളിച്ച് പറ. അതെ തന്നെ, പോയി പാഠം പഠിക്കട്ടെ രണ്ടും കൂടെ. അവിടെ കഷ്ടപ്പെട്ടു. സീരിയസ് ആയിട്ടോ? സീരിയസ് ആയിട്ട് തന്നെ. അല്ലേലും അതാണ് നല്ലത്. ഇവിടെ ഒരിടത്ത് തന്നെ ഇരുന്ന് എനിക്ക് ബോറടിച്ചു. പുലിനട വീട്ടില് പോണേണ്. അതന്നെ, എനിക്കും ബോറടിച്ചു. അവിടെ ആണെങ്കിൽ നല്ല പച്ചപ്പും ഹരിതാപയും ഒക്കെ ഉണ്ട്. അതുപോലെ വിഷാംശം ഇല്ലാത്ത പച്ചക്കറിയൊക്കെ കിട്ടും. അമ്മേ, എത്രയും പെട്ടെന്ന് വിളിച്ചു പറഞ്ഞോ, ഞങ്ങൾ പോയിക്കോളാം. അയ്യോ, രണ്ടിടത്തിനോട് സുഖവാസത്തിന്റെ വീടിനല്ല, ഇവിടെ അടി ഉണ്ടാക്കിട്ട് പണിഷ്മെന്റ് ചെയ്യുന്ന. നീ വിളിച്ച് പറ, പിങ്കി അങ്ങോട്ട് വരുന്ന ഇവള് മാത്രം പോയാ മതി. പിങ്കി അല്ല, എന്റെ പേരും കൂടി ഉണ്ട്. അച്ഛൻ മറന്നുപോയാ? നിന്റെ പേര് മറന്നൊന്നുമില്ല, നീ പോണ്ട. നീ പാറവളെ പോയാ മതി. ഒരുത്തി പുലിനടയിലും ഒരുത്തി പാറവളയിലും പോകും. അങ്ങനെ ഒരുമിച്ച് ഇരിക്കണ്ട. ഇവിടെ ഒരുമിച്ച് ഇരിക്കുമ്പോഴാണല്ലോ രണ്ടും കൂടെ അടി ഉണ്ടാക്കാൻ തോന്നുന്നത്. രണ്ട് സൈഡിൽ പോയിരുന്നോ?
അല്ല മണി വേണ്ട, ഒരു തറവാടിലൊക്കെ പോകണ്ട, അവർക്കൊക്കെ ബുദ്ധിമുട്ട്, അവിടെ വേണ്ട. അതാണ് നല്ലത്. അതാണ് നല്ലത്. എന്തോന്ന് നീ ഇന്ന് മുതൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോളാം. ഹോസ്റ്റലില് അതന്നെ പഠിക്കട്ടെ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കട്ടെ. ഞാൻ കളയായിട്ട് പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇവള് ഹോസ്റ്റലിൽ കിട്ടും, പഠിക്കട്ടെ, ജീവിതം എന്താണെന്ന് അപ്പോഴേ സ്നേഹം അറിയുള്ളൂ, ബന്ധം എന്താണെന്ന് അറിയുള്ളൂ. ഞാനേ നല്ല ഹോസ്റ്റൽ ഏതാന്ന് നോക്കട്ടെ, പോയാ മതി. അച്ഛാ അച്ഛ തമാശ പറയണാ? അച്ഛാ അമ്മ എന്താന്ന് വെച്ചാ അച്ഛൻ സീരിയസ് ആയിട്ടാണ്? തമാശക്കായിരിക്കും. അച്ഛൻ അങ്ങനെ തമാശയൊക്കെ പറയൂ ഇങ്ങനെ? അമ്മ ഒന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഹോസ്റ്റലിൽ പോകേണ്ട ഒരു എന്തോ എനിക്ക് അറിഞ്ഞൂട. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നീയാണോ എല്ലാത്തിനും കാരണം? ദുഷ്ടം. ചോദിക്കാതെ പറയാതെ എടുക്കുമ്പോ ആലോചിക്കണം. പിന്നെ ഇനി ലെറ്റർ എഴുതി തരാൻ നേരത്തെ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.